നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ആൻറ്റി തെഫ്റ്റ് അലാറമാണ്. ആൻറ്റി തെഫ്റ്റ് എന്ന് പറയുമ്പോൾ മോഷ്ടിക്കുന്നത് അറിയിക്കുന്നതിനുള്ള ഒരു അലാറം. ഇതിനകത്താണെങ്കിൽ ഒരു 3-4 കോമ്പോണൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് ഒരു BC547 ട്രാൻസിസ്റ്റർ, പിന്നെ ഒരു റെസിസ്റ്റർ, പിന്നെ ഒരു ബസർ, ഈ 3 സാധനങ്ങളെ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ബാറ്ററിയും പിന്നെ വയറും, ഇത്രയും മാത്രമേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. മാത്രമല്ല ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ചീപ്പായിട്ട് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 3 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെയുള്ള ഏത് റേഞ്ചിലും അവൻ വർക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ബസർ എന്ന് പറഞ്ഞാൽ മൂവിങ് കോയിൽ ബസറാണ്. ഇത് സാധാരണ ബൈക്കിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കൂക്കൂന്ന് കേൾക്കില്ല അതിനകത്ത്. കാരണം എൻ്റെ പീസോ ഇലക്ട്രിക് ബസർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പീസോ ഇലക്ട്രിക് ബസർ തന്നെയാണ്. മൂവിങ് കോയിൽ ബസർ ആണെങ്കിലും പീസോ ഇലക്ട്രിക് ബസർ ആണെങ്കിലും രണ്ടിനും പൊളാരിറ്റി ഉണ്ട്. അപ്പം കണക്ട് ചെയ്യുമ്പോൾ പൊളാരിറ്റി കറക്റ്റാക്കി വേണം കൊടുക്കാൻ. പീസോ ഇലക്ട്രിക് ബസർ ആകുമ്പോൾ 3 വോൾട്ട് മുതൽ വർക്ക് ചെയ്ത് തുടങ്ങും. ഇത് അസംബിൾ ചെയ്യാൻ PCB ഒന്നും വേണ്ട കേട്ടോ. ആകെ 3 കോമ്പോണൻസ് അല്ലേ ഉള്ളൂ. അത് നേരിട്ട് തന്നെ പിന്നിൽ സോൾഡർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ, അത്ര മതി. അസംബ്ലിങ്ങിന് ശേഷം നമുക്ക് ഇതിനെ ഒരു പ്ലാസ്റ്റിക് ബോക്സിലാക്കി വെച്ചിട്ട് പിന്നെ ബാറ്ററിയും കൂടെ ചേർത്ത് എന്നിട്ട് സെൻസിങ് ലീഡുകൾ മാത്രം പുറത്തോട്ട് ഇട്ടാൽ മതി. പിന്നെ സെൻസിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ 39 ഗേജിലുള്ള വയറാണ്. ഈ വയർ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ LED ട്യൂബും LED ബൾബിൻ്റെയൊക്കെ അകത്തുള്ള കൊച്ചു ട്രാൻസ്ഫോമറിൽ നിന്ന് അഴിച്ചെടുക്കാം, പോയ ട്യൂബിൽ നിന്ന് അഴിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇതേപോലത്തെ മൾട്ടി സ്ട്രാൻഡ് വയറിൽ നിന്ന് ഒരു സ്ട്രാൻഡ് ഊരിയെടുക്കുക. പക്ഷേ ഈ മൾട്ടി സ്ട്രാൻഡ് വയറിൽ നിന്ന് ഊരിയെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ കോപ്പർ വയറാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ ഈ കോപ്പർ വയർ എന്തുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളെ കാർ ഷെഡിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാർ ഷെഡിൻ്റെ കാർ അകത്തോട്ട് കയറ്റിയിട്ടിട്ട് ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ നമുക്ക് ഈ വയർ വലിച്ചു കെട്ടണം. അപ്പം അങ്ങനെ വരുമ്പം ഈ കോപ്പർ വയർ യൂസ് ചെയ്യുന്നതിന് വളരെ സിമ്പിൾ. കാരണം ചുമ്മാ ചുറ്റിളക്കിയിട്ട് അത് കെട്ടിയാൽ മതിയല്ലോ. മാത്രമല്ല ചെറിയ കോപ്പർ വയർ ആകുമ്പം പകൽ സമയത്ത് പോലും കണ്ടുപിടിക്കാൻ പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ തിൻ കോപ്പർ വയർ തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ബൈക്കാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ വയർ ബൈക്കിൻ്റെ വീലിനിടയിൽ കൂടെ ഇട്ട് കണക്ട് ചെയ്തിരുന്നാൽ മതി. അപ്പം വീല് കറങ്ങുമ്പോൾ ഇത് പൊട്ടും, അപ്പോൾ അലാറം കേൾക്കും. ഇത് 9 വോൾട്ടിൻ്റെ ഒരു റീചാർജബിൾ ബാറ്ററിയാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു 300 mAh ഒരു ലിഥിയം അയോൺ ബാറ്ററിയിൽ നിന്ന് ഞാൻ 9 വോൾട്ടായിട്ട് ബൂസ്റ്റ് ചെയ്ത് യൂസ് ചെയ്തതാണ്. ഇതിൻ്റെ ഒരു കുഴപ്പം ആകെ 150 mAh നമുക്ക് ഇതിൽ നിന്ന് വലിക്കാൻ പറ്റുള്ളൂ. പിന്നെ ടൈപ്പ് C ചാർജിങ് പോർട്ടാണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ആൽക്കലൈൻ ബാറ്ററിയാണ്. 9 വോൾട്ടിൻ്റെ ആൽക്കലൈൻ ബാറ്ററി 1 ഇയർ സുഖമായിട്ട് ഓടും. സർക്യൂട്ട് ഡയഗ്രത്തിൽ ഞാനൊരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ സ്വിച്ചൊന്നും കണക്ട് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാം, ഞാൻ പവർ കണക്ട് ചെയ്തതിന് ശേഷവും സൗണ്ടൊന്നും കേൾക്കുന്നില്ല. കാരണം നമ്മൾ ആ കോപ്പർ വയർ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ആ സൗണ്ട് കേൾക്കാത്തത്. ഞാൻ ഈ ബസറിൻ്റെ പ്രൊട്ടക്റ്റീവ് കവർ എനിക്ക് മാറ്റണം, ഇല്ലെങ്കിൽ ഭയങ്കര ചെറിയ സൗണ്ടേ കേൾക്കുള്ളൂ. ഇപ്പം എല്ലാം കണക്റ്റഡ് ആണ്. നമ്മുടെ സർക്യൂട്ട് അപ്പ് ആൻഡ് റണ്ണിങ് ആണ്, എല്ലാം സെക്യൂർ ആണ് ഇപ്പം. ഇനി നമുക്കിതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഫുൾ സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു 10K റെസിസ്റ്റർ ഇട്ട് BC547 എന്ന് പറയുന്ന NPN ട്രാൻസിസ്റ്ററിൻ്റെ ബേസിക് കൊടുത്തിട്ടുണ്ട്. അപ്പം ബേസ് ടു എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡായി ഇത് വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ബേസിക് കണ്ട നമ്മളൊരു തിൻ വയർ ഇട്ട് നെഗറ്റീവ് ചെയ്തേക്കണം. അപ്പം ഇതിനെ റിവേഴ്സ് ബയസിലാണ് ബേസ് ടു എമിറ്റർ ജംഗ്ഷൻ ഇപ്പോൾ ഉള്ളത്. അപ്പം റിവേഴ്സ് ബയസിലല്ലേ ഉള്ളൂ, അപ്പോൾ അത് വർക്ക് ചെയ്യില്ല. അപ്പം ഇനി തിൻ വയർ കട്ട് ചെയ്യുമ്പോൾ 10K വഴി ബേസ് ടു എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആവുകയും ബസർ കേൾക്കുകയും ചെയ്യും. ഇത്രയ്ക്ക് വളരെ സിമ്പിളായിട്ടൊരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഈ സർക്യൂട്ട്. അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ തിൻ വയർ സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്യാണ്. അപ്പം ശ്രദ്ധിച്ചോ, ഈ സൗണ്ട് നിങ്ങൾ പവർ സപ്ലൈ ഊരുന്നത് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് വരെ കേട്ടുകൊണ്ടേയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അടിപൊളി വീഡിയോ തന്നെയല്ലേ ഇത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.